Close your eyes. Take a deep breath. Inhale. Exhale. അടുത്തൊരു ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ആ എന്ന് ചാൻറ്റ് ചെയ്ത് തുടങ്ങാം. ഇൻഹേൽ. രണ്ട് തവണ കൂടെ ആവർത്തിക്കാം. ഇൻഹേൽ. Last round. Inhale. Initial prayer. Om Asato Ma Satgamaya Tamaso Ma Jyotirgamaya Mrityoma Amritam Gamaya. Om Shanti Shanti ശാന്തി. സാവധാനം കൈകൾ പരസ്പരം റബ്ബ് ചെയ്ത് ഒന്ന് ചൂടാവട്ടെ. ആ ചൂട് നമ്മുടെ മുഖത്തേക്കും കണ്ണിലേക്കും വെച്ചു കൊടുക്കുക. മെല്ലെ കൈ മുഖത്തിന് നേരെ പിടിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മെല്ലെ കണ്ണ് തുറക്കുക. അടുത്ത സ്റ്റാൻഡിങ് പോസ്ചർ സൂക്ഷ്മ ശീതീകരണ വ്യായാമത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഇനി നമ്മൾ കഴുത്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ കഴുത്ത് ഉയർത്തി സീലിങ്ങിലേക്ക് നോക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ നമ്മുടെ ചിന്ന് ചെസ്റ്റിലേക്ക് തൊടുന്ന മാതിരി താഴേക്ക് തറയിലേക്ക് നോക്കുക. ഇതേപോലെ. ഓക്കെ, ആവർത്തിക്കാം. റെഡി, സ്റ്റാർട്ട്. ഇൻഹേൽ അപ്പ്. Exhale down. Inhale up. Exhale down. Inhale up.
exhale down, സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ബാക്ക് ടു സെൻറ്റർ. നെക്സ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണ്. ഓക്കെ, ശ്വാസം എടുത്ത് നേരെ നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്, ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ഇൻഹേൽ സ്ട്രെയിറ്റ്, exhale right, inhale straight, exhale left, inhale straight, exhale right, inhale straight, exhale left, inhale back to center. ശ്വാസം എടുത്ത് നിവർന്ന് നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് ഷോൾഡറിലേക്ക് കഴുത്ത് ചരിച്ചു കൊടുക്കുക. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് വശത്ത് 3 റൗണ്ട് ചെയ്യാം. ഓക്കെ, ശ്വാസം എടുത്ത് നിവർന്ന് നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ കഴുത്ത് വലത് വശത്തേക്ക് ചരിച്ചു കൊടുക്കുക. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് വശത്തേക്ക് ചരിച്ചു കൊടുക്കുക. വീണ്ടും ശ്വാസം എടുത്ത് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് വലത് വശത്തേക്ക് ചരിയുക. ഇൻഹേൽ സ്ട്രെയിറ്റ്, exhale left, last round. Inhale straight, exhale right, inhale straight, exhale left. സാവധാനം ശ്വാസം എടുത്ത് മെല്ലെ നേരെ നോക്കാം. നെക്സ്റ്റ് റൊട്ടേഷനാണ്. നമ്മൾ ഹാഫ് റൊട്ടേഷനാണ് ചെയ്യുക. നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക്. നമുക്ക് ചിന്ന് ചെസ്റ്റിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി. ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ചെയ്യാൻ നിൽക്കേണ്ട. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, മെല്ലെ കൈയൊന്ന് റിലാക്സ് ചെയ്തിടാം. റെഡി സ്റ്റാർട്ട്. റൈറ്റ് സൈഡിൽ നിന്ന് മെല്ലെ നെക്ക് മൂവ് ചെയ്ത് ചെസ്റ്റിലൂടെ ടച്ച് ചെയ്ത് സാവധാനം ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകാം. ഒരു തവണ കൂടെ ആവർത്തിക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ നോർമൽ ശ്വാസഗതിയാണ് ശ്രദ്ധിക്കേണ്ടത്. വെരി ഗുഡ്. കം ബാക്ക് ടു സെൻറ്റർ. ഹെഡൊന്ന് സ്ട്രൈറ്റ് ചെയ്യുക. അടുത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ പുറം കഴുത്താണ് ചെയ്യുന്നത്. അതും ഭയങ്കര കംഫർട്ടബിളായിട്ട് ചെയ്യുക. ഒരുപാട് സ്ട്രെയിനൊന്നും കൊടുക്കരുത്. നമുക്ക് എന്താണോ പറ്റുന്നത് അത് മാത്രം ചെയ്യുക. മെല്ലെ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ ലെഫ്റ്റ് ബാക്കിലൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. വളരെ സാവധാനം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകാം. ഒരു തവണ കൂടെ ആവർത്തിക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ബാക്ക് ടു സെൻറ്റർ. സാവധാനം നെക്ക് സ്ട്രെയിറ്റ് ചെയ്യുക.
റിലാക്സ്. കണ്ണൊന്ന് തുറക്കാം. കഴുത്തിൻ്റെ എക്സസൈസ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കൈയിലേക്കാണ് പോകുന്നത്. ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് ഫുൾ ആം റൊട്ടേഷൻ. കൈ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക. നമ്മുടെ ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം. മെല്ലെ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഫുൾ ആം റൊട്ടേഷൻ. ഇവിടെ നമ്മൾ നോർമൽ ശ്വാസഗതി കോൺസെൻട്രേറ്റ് ചെയ്യുക. 2 3 4 5 and 6. ഇനി റിവേഴ്സ് ചെയ്യാം. ഓക്കെ, ബാക്കിലേക്ക് 1 2 3 4 5 and 6. ഒന്ന് റിലീസ് ചെയ്യാം. ഒന്ന് റിലാക്സ് ചെയ്ത് ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കൈ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് വെക്കാം. ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ 1 എന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 and 6. എല്ലാം റിലീസ് ചെയ്യാം. നെക്സ്റ്റ് മുന്നിലേക്ക് സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക. ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യാം. 1 2 3 4 5 and 6. ഇന്ന് കൈന്ന് സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക. നമ്മുടെ തള്ളവിരൽ മടക്കി ഉള്ളിലേക്ക് വെച്ച് റെസ്റ്റ് റൊട്ടേഷൻ. 1 2 3 4 5 and 6. Then reverse. 1 2 3 4 5 and 6. Then fingers ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് എൽബോയിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. എൽബോ ബെൻഡ് ചെയ്യരുത്. എൽബോ സ്ട്രൈറ്റ് ആയിരിക്കണം. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 and 6. നേരെ ഓപ്പോസിറ്റ് വരാം. ഇടത് കൈ വലത് സൈഡിലേക്ക് പിടിക്കുക. എൽബോയിലേക്ക് സപ്പോർട്ട് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 and 6. മെല്ലെ റിലീസ് ചെയ്യാം. ഇനി വലത് കൈ വലത് ഷോൾഡറിലേക്ക് വെക്കുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ എൽബോയിലേക്ക് പിടിച്ച് വളരെ സോഫ്റ്റായിട്ട് സ്ട്രെച്ച് ചെയ്താൽ കൈ ഇങ്ങനെ ആയിരിക്കണം. ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ഹെഡ് സ്ട്രൈറ്റ് ആയിരിക്കണം. സ്പൈൻ സ്ട്രൈറ്റ് ആയിരിക്കണം. 3 4 5 and 6. അതുപോലെ തന്നെ ഇടത് കൈ ഇടത് ഷോൾഡറിലേക്ക് വെക്കുക. വലത് കൈ കൊണ്ട് പിടിച്ച് ബാക്കിലേക്ക് മെല്ലെ വലിച്ച് സപ്പോർട്ട് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 and 6. ഇനി അടുത്ത് ക്രോസ് ഹാൻഡ്. വലത് കൈ ഇടത് ഷോൾഡറിലേക്കും ഇടത് കൈ വലത് ഷോൾഡറിലേക്കും വെക്കുക. നിവർന്ന് നോക്കുക. 1 2 3 4 5 and 6. എല്ലാം ഒന്ന് റിലീസ് ചെയ്യാം. ഇടത് കൈ പുറകിലൂടെ ബാക്കിലേക്ക് കൊണ്ടുവരിക. വലത് കൈ മേളിലൂടെ ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കുക. ഇടത് കൈ പുറകിലൂടെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 and 6. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ലോക്ക് ചെയ്യുക. 1 2 3 4 5 and 6. എല്ലാം റിലീസ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യാം. ചിലർക്ക് ഇങ്ങനെ എത്തിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ കഴിയുന്നത് പോലെ ചെയ്യാം. അടുത്ത് വിപരീത നമസ്കാര. കൈ പുറകിലൂടെ പ്രയർ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. യെസ്. സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഹെഡ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. 3 4 5 and 6. നല്ല കൈ ഒന്ന് റിലീസ് ചെയ്ത് ഹഗ് ചെയ്ത് കൊടുക്കാം. യെസ്. Close your eyes. Take a deep breath. Inhale. Exhale. Opposite side കൂടെ ചെയ്യാം. കൈ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്താൽ മതി. എവിടെയാണോ നമുക്ക് പിടിക്കാൻ പറ്റുന്നത് അവിടെ പിടിക്കുക. റിലാക്സ് ചെയ്ത് ചെയ്യുക. ഫേസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് പുറത്തേക്ക് വിടുക. നല്ല കൈ ഒന്ന് റിലീസ് ചെയ്യാം.
നെക്സ്റ്റ് ഷോൾഡർ റൊട്ടേഷനാണ്. കൈ ഒന്ന് റിലാക്സ് ചെയ്തിട്ടതിന് ശേഷം ഷോൾഡർ മുന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3. then reverse 1 2 3. നെക്സ്റ്റ് എൽബോ റൊട്ടേഷൻ. കൈ ഷോൾഡറിലേക്ക് വെക്കുക. ചെവി കൈ ഉയർത്തി, നമ്മുടെ എൽബോ ഉയർത്തി ചെവിയോട് ചേർത്ത് വെക്കാം. എന്നിട്ട് മെല്ലെ മുന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ എൽബോ പരസ്പരം ടച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. ഓവർ സ്ട്രെസ് കൊടുക്കരുത്. 1 2 3. റിവേഴ്സ് ചെയ്യാം, ബാക്കിലേക്ക് ചെയ്യാം. 1 2 3. അല്ലേ റിലീസ് ചെയ്യുക. അല്പസമയം റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഹാൻഡ് ട്വിസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ നെക്ക് മൂവ് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ഹൈ ബി പി ലോ ബി പി ഉള്ള ആൾക്കാർക്ക് തല ചുറ്റാനുള്ള സാധ്യതയുണ്ട്. അവർ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് നേരെ സ്ട്രൈറ്റ് ആക്കി പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഹാൻഡ് മാത്രം ഇങ്ങനെ മൂവ് ചെയ്യുക. അല്ല പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ നെക്കും കൂടെ മൂവ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ചെയ്ത് നോക്കാം. റെഡി? ഇവിടെയൊക്കെ നോർമൽ ശ്വാസഗതിയാണേ. ട്വിസ്റ്റ് ചെയ്യാം. 4 5 and 6. ഓക്കെ, മെല്ലെ കൈ ഒന്ന് റിലീസ് ചെയ്യാം. ഒന്ന് റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാല് ഷോൾഡർ ലെവലിലേക്ക് വയ്ക്കുക. അർത്ഥ കടി ചക്രാസനം. ഇങ്ങനെ ഒരു പാദം ഇങ്ങനെ മെഷർ ചെയ്ത് ഷോൾഡർ ലൈനിലേക്ക് വരും. ഇനി മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് മെല്ലെ ശരി. ഇവിടെ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കരുത്. നോർമൽ ശ്വാസഗതിയാണ്. 3 4 5 and 6. ഈ സമയം നമുക്ക് ഈ സൈഡിൽ നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും. മെല്ലെ റിലീസ് ചെയ്യുക. ദെൻ ഓപ്പോസിറ്റ് സൈഡ്. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് വലത് സൈഡിലേക്ക്. വലത് കൈ റിലാക്സ് ചെയ്തിരിക്കട്ടെ. 1 2 3 4 5 and 6. മെല്ലെ റിലീസ് ചെയ്യാം. ഇത് കാല് ചേർത്ത് ഒരിക്കൽ കൂടെ ചെയ്യാം. കാൽപാദം ചേർത്ത് വയ്ക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് വശത്തേക്ക് ചെരിയുക. ഇടത് കൈ റിലാക്സ് ചെയ്യുക. 1 2 3 4 5 and 6. നല്ല റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. ഇൻഹേൽ, exhale. Come to normal breath. 1 2 3 4 5 and 6. എല്ലാം റിലീസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് താടാസന. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈയും ഉയർത്തി തലയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് തിരിച്ചു പിടിക്കുക. ഇനി നമ്മുടെ ഹീലൊന്ന് ഉയർത്തി ടോസിലേക്ക് വരിക. 10 വരെ കൗണ്ട് ചെയ്യാം. 3 4 5 6 7 8 9 and 10. ഹീൽ റിലീസ് ചെയ്യുക. നല്ല ഹാൻഡ് റിലീസ് ചെയ്യുക. ഇനി താടാസനയിൽ വാക്ക് ചെയ്യുക. താടാസനയിൽ വാക്ക് ചെയ്യാനാണ് പോണത്. ഓക്കെ, റെഡി? ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈ ഉയർത്തി ലോക്ക് ചെയ്ത് നമ്മുടെ ഹീലൊന്ന് ഉയർത്തി ടോസിലേക്ക് മുന്നിലേക്ക് നടന്നു വരിക. അതുപോലെ തന്നെ റിവേഴ്സ് പോവുക. മാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാതിരിക്കുക ശ്രദ്ധിക്കുക. വീണ്ടും ഒരിക്കൽ കൂടെ മുന്നിലേക്ക് വരാം. ബാക്കിലേക്ക്. ഓക്കെ, മൂന്നാമത്തെ റൗണ്ട് നമ്മുടെ ഹീലിൽ നടക്കാം. ഹീല്
വീണ്ടും ഒരിക്കൽ കൂടെ. താടാസനയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോർമൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ലെങ്കിൽ താടാസനയിൽ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ, നോർമൽ ബ്രത്തിലേക്ക് വരിക, ഹീലിൽ മുന്നേക്ക് നടക്കാം, ബാക്കിലേക്ക്. ഒരു തവണ ഇവിടെ. ഇപ്പം നമ്മുടെ കാഫ് മസിലും ഷിന്നും ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നതായിരിക്കും. മെല്ലെ കൈ ഒന്ന് റിലീസ് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് താടാസനയിൽ സൈഡ് സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് പോവാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്താം, ഇൻ്റർലോക്ക് ചെയ്യാം, തിരിച്ചു പിടിക്കുക. ഇവിടെ ഹീൽ ഉയർത്തണ്ട, കൈ രണ്ട് ചെവിയോട് ചേർന്നിരിക്കട്ടെ. ശ്വാസം എടുക്കുക, എക്സേൽ ചെയ്തുകൊണ്ട് നമ്മുടെ റൈറ്റ് ഓർ ലെഫ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഈ സമയം ചെവിയുടെ അടുത്തായിരിക്കണം നമ്മുടെ കൈ. നല്ല റിലീസ് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. ഇവിടെ ശ്വാസം ഹോൾഡ് ചെയ്യരുത്. 4, 5 and 6. Inhale, exhale. നെക്സ്റ്റ് ഹിപ്പ് റൊട്ടേഷൻ. ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക, കാലിൽ അല്പം വൈഡാക്കി വെച്ചിട്ട് ഇപ്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. 1, 2, 3. റിവേഴ്സ് ചെയ്യുക. 4, 5 and 6. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉത്കടാസന, ചെയർ പോസ്. 3 വേരിയേഷൻ ഉണ്ട്. ഫസ്റ്റ് വേരിയേഷൻ നമ്പർ 1. ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് പിടിക്കുക. പുറകിലൊരു ചെയർ ഉണ്ടെന്ന് സങ്കല്പിച്ച് ഇരിക്കുക. സ്പൈൻ സ്ട്രൈറ്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5 and 6. ചെയ്യാം. ദെൻ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഉത്കടാസന വേരിയേഷൻ നമ്പർ 2. കൈ സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കാം, ഒരു ചെയർ ഉണ്ടെന്ന് സങ്കല്പിച്ച് ഇരിക്കുക. 1, 2, 3, 4, 5 and 6. റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് ഉത്കടാസന വേരിയേഷൻ നമ്പർ 3. കാലിൻ്റെ ഹീല് പരസ്പരം ടച്ച് ചെയ്യട്ടെ. ഒന്ന് ബാലൻസ് ചെയ്തിരിക്കുക. ഇരുന്നതിന് ശേഷം മെല്ലെ പ്രയർ പൊസിഷനിലേക്ക് വരിക. ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. 1, 2, 3, 4, 5 and 6. നെക്സ്റ്റ് മാലാസന. കൈ രണ്ട് തറയിലേക്ക് സപ്പോർട്ട് ചെയ്യാം. കാല് അല്പം വൈഡാക്കി കൊടുക്കുക. കാലിൻ്റെ പുറ്റി പൂർണ്ണമായും തറയിലേക്ക് പതിഞ്ഞിരിക്കണം. കൈ ഉള്ളിലേ ഇരിക്കണം. പ്രയർ പൊസിഷനിലേക്ക് വരിക. ഈ പ്രയർ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഉള്ളിലിരിക്കുന്ന കൈ കൊണ്ട് മെല്ലെ കാലൊന്ന് വൈഡാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 1, 2, 3, 4, 5 and 6. നെക്സ്റ്റ് കാക്കാസന. കൈ തറയിലേക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ അപ്പർ ഹാൻഡ്സിലേക്ക് കയറ്റുക. അതായത് നമ്മുടെ കാൽമുട്ടിനെ അപ്പർ ഹാൻഡിലേക്ക് ബാലൻസ് ചെയ്ത് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോട്ടം ദൂരെ. ഓരോ കാലായിട്ട് മെല്ലെ മെല്ലെ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുക. മെല്ലെ ലൂസ് ചെയ്യുക. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് പോസ്റ്ററാണ്. അധികം പ്രാക്ടീസ് ഇല്ലാത്തവരിത് ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് കാല് സ്വിങ് ചെയ്യുക. കൈ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് കാല് മുന്നിലേക്കും ബാക്കിലേക്കും സ്വിങ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻസ് ഇല്ലാത്ത ആൾക്കാർ ചുമരിൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ കൈ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കാം. മെല്ലെ കാല് മുന്നിലേക്കും ബാക്കിലേക്കും സ്വിങ് ചെയ്ത് കൊടുക്കുക. 4, 5 and 6. And opposite side. 1,
2, 3, 5 and 6. ഇനി അടുത്ത് ക്രോസ് ടച്ച്. ക്രോസ് ടച്ച് നമ്മുടെ ഇടത് കാൽ ഉയർത്തുമ്പോൾ വലത് കൈ കൊണ്ട് തൊടുക, വലത് കാൽ ഉയർത്തുമ്പോൾ ഇടത് കൈ കൊണ്ട് തൊടുക. നമുക്ക് ആദ്യം ഇടത് കാൽ ഉയർത്തി വലത് കൈ കൊണ്ട് തൊടാം. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. അല്ലേ? ഒന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ. ശിഥില താടാസനയിൽ ഒന്ന് റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ കാൽമുട്ട് മടക്കി ഇങ്ങനെ മെല്ലെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. കൈ ഇങ്ങനെ താഴേക്ക് പിടിക്കുക. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നല്ല റിലീസ് ചെയ്യാം. നെക്സ്റ്റ് നീ ബെൻഡിങ് ആണ്. കാൽമുട്ട് വളച്ച് ഒരു കൈ കൊണ്ട് ലോക്ക് ചെയ്ത് മറ്റേ കൈയും കൂടെ ഹോൾഡ് ചെയ്ത് നമ്മുടെ ബട്ടക്സിലേക്ക് ഹീൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. മെല്ലെ റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡും കൂടെ ചെയ്യാം. ബെൻഡ് ചെയ്യുക, ഹോൾഡ് ചെയ്ത് 1, 2 ശ്വാസം ഹോൾഡ് ചെയ്യരുതേ. 3, 4, 5, 6, 7, 8, 9, 10. എല്ലാം റിലീസ് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് കാല് മുന്നിലേക്ക് മടക്കി, കാൽമുട്ട് മടക്കി ഒന്ന് ബാലൻസ് ചെയ്ത് ഫോക്കസ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. മെല്ലെ റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. എല്ലാം റിലീസ് ചെയ്യുക. നെക്സ്റ്റ് കാൽക്കുഴ റൊട്ടേറ്റ് ചെയ്യുക. കാലിങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക. കാൽക്കുഴ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4, 5 and 6. Then reverse. 6, 5, 4, 3, 2 and opposite side. 1, 2, 3, 4, 5 and 6. Then reverse. 1, 2, 3, 4, 5 and 6. എല്ലാം റിലീസ് ചെയ്യാം. നെക്സ്റ്റ് ടോസ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത കാല് നല്ല ഫീറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. കാൽപാദം ചരിച്ച് വെച്ച് സ്ട്രെച്ച് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ്. വാമപ്പ് സൂക്ഷ്മ ശിഥിലീകരണ വ്യായാമം. കൈ രണ്ടും ചിന്മുദ്രയിൽ വെച്ച് കാൽമുട്ടിലേക്ക് വയ്ക്കാം. നട്ടെല്ല് നിവർന്നിരിക്കാം. ലെറ്റ്സ് ഫിനിഷ് ദ ക്ലാസ് വിത്ത് കൺക്ലൂഡിംഗ് മന്ത്ര. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ.
ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണു തുറക്കണ്ട. കീപ് ക്ലോസ് യുവർ ഐസ്. കൈ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. ആ ചൂട് കണ്ണിലേക്കും മുഖത്തേക്കും വെച്ചു കൊടുക്കാം. കൈ നേരെ മുഖത്തിന് നേരെ പിടിക്കുക. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് മെല്ലെ കണ്ണുകൾ തുറക്കാം. ഇനി യോഗാമുദ്ര കൂടെ ചെയ്യുക. കൈ ബാക്കിലേക്ക് ലോക്ക് ചെയ്യാം. ഈ കാലിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ മെല്ലെ റിലീസ് ചെയ്തിട്ട് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്.